അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഊട്ടിയിലെത്തിയതിൻ്റെ പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരു 7 മണിയായപ്പോൾ ഞാൻ എണീച്ച് പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയതാണ്. പക്ഷേ അവിടെ മഞ്ഞും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നോർമൽ ക്ലൈമറ്റ് ആയിരുന്നു, വലിയ തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ 9 മണിയെല്ലായപ്പം വെറുതെ നടക്കാനെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയതായിരുന്നു. കുറച്ച് നടന്ന് അപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇതാ പിന്നെ നമ്മൾ ചായ കുടിക്കുകയാണ്. ചായ നമ്മൾ അവിടെ നിന്ന് തന്നെ അവരോട് ഷെഫിനോട് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയും ഇഡ്ഡലിയും അപ്പം അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മസാല ദോശയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായത്. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതാ കുളിച്ച് ഫ്രഷായി പോകാനിറങ്ങാണ്. അപ്പോൾ ഈ റിസോർട്ട് അടിപൊളി റിസോർട്ടാണ്. പിന്നെ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്നില്ല, കാരണം 2 റൂംസ് വലുതും 2 റൂംസ് ഭയങ്കര ചെറുതുമാണ്. അപ്പോൾ കുറേ ആൾ വന്നിട്ട് സ്റ്റേ ചെയ്യുമ്പോൾ എന്താ പറയുക, ചെറിയ റൂം അത്ര കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇന്ന് വേറെ റൂം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇന്ന് വേറെ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പോകാനായിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിതാ പോവാണ്. അപ്പോൾ ഇതാ നമ്മൾ പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് റൂം ഹണ്ടിങ് ആണ്. ഇനിയിപ്പോൾ ഒരു അടിപൊളി റൂം കിട്ടാനായിട്ട് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് പോവാണ്. അപ്പോൾ ഇതാ നമുക്ക് ഒരു അടിപൊളി ക്ലീനായിട്ടുള്ള പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ റൂം എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഊട്ടിയിൽ സെക്കൻഡ് ഡേ നമ്മൾ എടുത്തിട്ടുള്ള റൂം. ഇതൊരു അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. ഒരു അപ്പാർട്ട്മെൻറ്റിൽ 4 റൂമായിട്ട് വരുന്നത്. അപ്പം ഇത് അടിപൊളിയാണ്. പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഒരു 5 റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റൂം വരുന്നത് മേലയിലാണ്. അപ്പം മേലയിൽ ഒരു അപ്പാർട്ട്മെൻറ്റാണ്, അതിൽ 4 റൂം. അപ്പം ഒന്നിൽ നമ്മൾ 3 റൂം സെലക്ട് ചെയ്തു, ഒരു അപ്പാർട്ട്മെൻറ്റിൽ 2 റൂം സെലക്ട് ചെയ്തു. അങ്ങനെ ടോട്ടൽ 5 റൂംസാണ് നമ്മൾ എടുത്തിട്ടുണ്ടായത്. അപ്പം ഇതുപോലെ 3 റൂംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. റൂമൊക്കെ നല്ല അടിപൊളി റൂമാണ്. നല്ല സിമ്പിളായിട്ടാണെങ്കിലും ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഇതാണ് റൂം വന്നിട്ട്. ഇത് ബാത്റൂമും നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമായിരുന്നു. റൂമും അടിപൊളി റൂമാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ റൂമും, ഇതേ ഒരു സെറ്റപ്പിൽ തന്നെ. അപ്പോൾ ഇതിന് ഒരു ബാൽക്കണിയും കൂടി വരുന്നുണ്ട്. അപ്പം ബാൽക്കണിയിൽ നിന്ന് നമുക്ക് റോഡിൽ കാണാൻ പറ്റും. കാര്യമായിട്ടുള്ള വ്യൂ ഒന്നുമില്ല, പക്ഷെ റോഡാണ് കാണുന്നത്. ഇതാണ് മെയിൻ റോഡ്. പിന്നെ നമ്മൾ റൂമിലെത്തി റൂമൊക്കെ കണ്ടു. അപ്പോഴേക്കും ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഉള്ള വെജ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായ മീൽസും പിന്നെ കേർഡ് റൈസും ആയിരുന്നു. ഞാൻ കേർഡ് റൈസ് പുറത്ത് പോയിട്ട് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മളിതാ പുറത്തിറങ്ങി. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ചക്ക കണ്ടിട്ട് നമ്മൾ ചക്ക വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് വാക്സ് പ്ലാനറ്റിലേക്കാണ്, വാക്സ് മ്യൂസിയം. അപ്പം അവിടത്തേക്ക് നമ്മൾ പോവാണ്.
അപ്പോൾ ഇതാണ് വാക്സ് മ്യൂസിയം. അവിടെ 40+ സെലിബ്രിറ്റീസിൻ്റെ വാക്സ് പ്രതിമ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ ഇതാണ് വാക്സ് പ്ലാനറ്റിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പം ഇത് ഏതൊരു പ്രിൻസസ്സാണ്, ഡിയാന, പ്രിൻസസ് ഓഫ് വെയിൽസ്. അപ്പോൾ അവരെ കുറേ ഫാമിലി ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കാണുമ്പം ഭയങ്കര ഒരു രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എല്ലാം സ്പീഡായിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ എനിക്ക് നല്ലോണം ബോറടിക്കും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇതാ എല്ലാവരും ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് നമ്മളിങ്ങനെ പോവാണ്. പിന്നെ അതിൻ്റെ ഫേവറേറ്റ് ആക്ടറാണ് വിജയ്. അപ്പോൾ വിജയിനെ കണ്ടിട്ട് ഞാൻ അവനോട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അവനങ്ങനെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. സ്മൈൽ. അപ്പോൾ അവിടെ ജയിലും പോലീസൊക്കെ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ അടുത്ത്. അപ്പോൾ ഇവർ കുട്ടികളിങ്ങനെ അതിൽ കയറി ഇങ്ങനെ കളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ പോയത് പിന്നെ ഗാർഡനിലേക്കായിരുന്നു. ഫ്ലവർ ഷോന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ഇതാ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ കയറി ഫുള്ള് കണ്ടു. പിന്നെ കുറേ അവിടെ ഇരുന്ന് കുറേ ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിട്ടേൺ അടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തലശ്ശേരി തക്കാരം റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ അടിപൊളി ഫുഡാണ് കേട്ടോ. നിങ്ങൾ പോയാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെ, നമ്മുടെ അതേ ടേസ്റ്റിൽ കിട്ടുന്ന ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയത് തേങ്ങ അരച്ച മീൻകറി, അത് അടിപൊളിയായിരുന്നു. പിന്നെ വെള്ളയപ്പം, പിന്നെ അങ്ങനെ കുറേ. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തത് കൊത്തു പൊറോട്ടയാണ്. കൊത്തു പൊറോട്ട കുഴപ്പമില്ലായിരുന്നു, പക്ഷേ പൊറോട്ടയും ബീഫ് കറിയും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാണുന്നവർ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക് യു.